ശിവപാർവണ ഭാഗം 15. രചന സംഭാഷണം രുദ്രപ്രിയ. പോശിവേട്ട. എല്ലാവരും നോക്കുന്നു. വർണ്ണയുടെ മുഖം നാണത്താൽ ചുവന്നു. ഇങ്ങനെ നാണിച്ചാൽ ഞാൻ കുറെ കഷ്ടപ്പെടും പെണ്ണേ. ജീവനും പ്രിയയും പ്രവിയും കൂടി ഓർഫനേജിലെ അവൻ്റെ മുറിയിലും സ്റ്റഡി ടേബിളിലും കിടക്കുന്ന കട്ടിലിലും അവൻ്റെ കുഞ്ഞലമാരയും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പ്രിയയ്ക്കും പവയ്ക്കും കാണിച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നു. ഓരോന്നും പറയുമ്പോൾ ജീവൻ്റെ മുഖത്ത് വിരിയുന്ന സന്തോഷവും ചില സമയത്തൊക്കെ വന്നു നിറയുന്ന ദുഃഖവും കാണുമ്പോൾ പ്രിയയ്ക്കും പവയ്ക്കും ഒരുപോലെ സങ്കടം തോന്നി. ആരോരുമില്ലാതിരിക്കുന്നതിൻ്റെ വേദന എത്രമാത്രമാണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അത് നമുക്കൊരാൾ പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല. ഞാൻ ഈ വേദനയിലൂടെയെല്ലാം കടന്നു വന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരും ഉള്ളിൽ ഒരു ഫാമിലിയാണ് ഇപ്പോൾ എൻ്റെ ഒപ്പമുള്ളത്. സഹോദരനും സഹോദരിയും കുഞ്ഞു പെങ്ങളും അച്ഛനും അമ്മയും അമ്മാവനും അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമാണ് ഞാൻ. ഓർക്കുമ്പോൾ എനിക്ക് കർത്താവിനോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഇതൊന്നും കേട്ട് നിങ്ങൾ രണ്ടുപേരും വിഷമിക്കരുത് കേട്ടോ. ഇപ്പോൾ എനിക്ക് മനസ്സ് നിറയെ സന്തോഷം മാത്രമേ ഉള്ളൂ. ഓരോരുത്തരും പല ഭാഗത്തായിരുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കുശിനിക്കാരൻ കഴിക്കാനായി വന്ന് വിളിച്ചു. പിന്നെ എല്ലാവരും ഹാളിലേക്ക് പോയി. വലിയ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റിലുമായി എല്ലാവരും നിരന്നിരുന്നു. സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചത്. പള്ളിയിൽ വന്ന് കുറച്ച് നേരത്തിനകം തന്നെ എല്ലാവർക്കും മനസ്സിലായി ഫാദറിന് ജീവനോടുള്ള പ്രത്യേക സ്നേഹം. ഒരച്ഛൻ്റെ മുഴുവൻ സ്നേഹവും വാത്സല്യവും നൽകി തന്നെയാണ് ഫാദർ ജീവനെ വളർത്തിയത്. അവർ തമ്മിൽ അത്രയും ആത്മബന്ധം ഉണ്ടായിരുന്നു. എല്ലാവരും സംസാരിച്ചു കൊണ്ട് കഴിക്കുമ്പോഴാണ് പെട്ടെന്ന് പള്ളിമുറ്റത്തേക്കൊരു കാറ് വന്നത്. കാറിൽ നിന്നും ഏകദേശം 6 അടിയോളം പൊക്കമുള്ള ഒരാൾ ഇറങ്ങി വന്നു. അയാളെ കണ്ടതും ശിവയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു. ബാക്കിയുള്ളവർക്ക് വന്ന അതിഥി ആരെന്ന് മനസ്സിലായില്ല. അയാൾ നടന്ന് എല്ലാവരുടെയും മുന്നിലായി വന്നു നിന്നു. കാറിൽ നിന്ന് ഇറങ്ങുന്ന ആളെ കണ്ടപ്പം ശിവയുടെ ചുണ്ടിൽ പുഞ്ചിരി കൂടി. സൂര്യയുടെ കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു. ചുണ്ടുകൾ പതിയെ ആ പേരുരുവിട്ടു, ജെയിംസ്. അതേസമയം തന്നെ കണ്ണുകൾ സജലങ്ങളായി. ഏറെ നാളത്തെ വിരഹവേദന അവളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തി. ഒന്ന് കാണാൻ അതിയായി ആഗ്രഹിച്ചു പോയതാണ്. അപ്പോഴാണ് ആക്സിഡൻറ്റ് പറ്റിയത്. എന്നിട്ട് പോലും ഒന്ന് കൺമുന്നിലേക്ക് വരാൻ തോന്നിയില്ല. ബാക്കി എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ തന്നെ അവൾ പള്ളിക്കകത്തേക്ക് കയറിപ്പോയി. അവളുടെ പിണക്കം മനസ്സിലാക്കിയ ശിവ ജെയിംസിനെ നോക്കി കണ്ണു ചിമ്മി. ജെയിംസ് മുന്നിൽ വന്ന് നിന്നതും ശിവ അവനെ തോളിൽ ചേർത്ത് പിടിച്ചു. എല്ലാവർക്കും ജെയിംസിനെ പരിചയപ്പെടുത്തി. അമ്മാവ, അമ്മായി, ഇതാണ് ജെയിംസ്. രാജശേഖരനും പ്രതാപനും ബാലചന്ദ്രനുമെല്ലാം നിറഞ്ഞ പുഞ്ചിരിയോടുകൂടിയാണ് ജെയിംസിനെ സ്വീകരിച്ചത്. ജീവൻ മുന്നോട്ടേക്ക് വന്ന് ജെയിംസിന് കൈ നൽകി. ഐ ആം ജീവൻ ആദിത്യൻ. അറിയാം, ശിവ പറഞ്ഞിട്ടുണ്ട്. ശിവയെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയതും ജെയിംസ് അത് തിരുത്തി. ശിവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. സുഭദ്രയുടെ മുഖം ജെയിംസിനെ കണ്ടപ്പോൾ ഒന്ന് വിടർന്നു. കൊള്ളാം, തൻ്റെ മകൾക്ക് ചേർന്ന പയ്യൻ തന്നെ. വർണ്ണയും പ്രവിയും പ്രിയയും ഒക്കെ ജെയിംസിനെ പരിചയപ്പെടുന്ന തിരക്കിലായിരുന്നു. ഭാമയും സേതുവും എല്ലാവരും ജെയിംസിനെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. വർണ്ണയെ പിടിച്ച് അടുത്തേക്ക് നിർത്തി ശിവ അവളെ പരിചയപ്പെടുത്തി. ഇതാണ് മിസ്സിസ് പാർവണ ശ്രീശിവ. ഇങ്ങനെ എല്ലാവരും പുറത്തു തന്നെ നിന്നാൽ എങ്ങനെയാ? നമുക്ക് മേടയിൽ പോയി ഒന്നിരിക്കാം, ഇല്ലെങ്കിൽ മഠത്തിൽ പോയി കുറച്ചു നേരം ഇരിക്കാം. ജെയിംസിൻ്റെ കണ്ണുകൾ സൂര്യ പോയ ഭാഗത്തേക്ക് നോക്കിയതും ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും കൂടി ഫാദറിനെയും കൂട്ടി ജീവൻ്റെ വീട്ടിലേക്ക് പോകാം. ജെയിംസ് അവൻ്റെ വണ്ടിയിൽ സൂര്യയുമായി വന്നുകൊള്ളും. അവർക്ക് രണ്ടുപേർക്കും ഒന്ന് സംസാരിക്കാനുള്ള അവസരം ഒരുക്കാനാണ് ശിവ ചെയ്യുന്നതും പറയുന്നതുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ശരി, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് വന്നാൽ മതി, ഞങ്ങൾ വീട്ടിലേക്ക് പോകാം. ശിവ ജെയിംസിനോട് യാത്ര പറഞ്ഞ് ജീവനെയും കൂട്ടി കാറിലേക്ക് കയറി. ജെയിംസ് പടികൾ കയറി പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സൂര്യയെ. ജെയിംസ് അവൾക്ക് അടുത്തായി ചെന്ന് മുട്ടുകുത്തി അല്പനേരം പ്രാർത്ഥിച്ചു. രണ്ടുപേരും ഒന്നിച്ചാണ് എഴുന്നേറ്റ് പള്ളിയിൽ നിന്നും പുറത്തേക്ക് വന്നത്. പുറത്തേക്ക് ഇറങ്ങി നടന്നു പോകാൻ ഭാവിച്ച സൂര്യയുടെ കയ്യിൽ ജെയിംസ് പിടുത്തമിട്ടു. സൂര്യ അവൻ്റെ കൈവിടുവിക്കാൻ ആവത് ശ്രമിച്ചുവെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. വെറുതെ എന്നോട് ബലപ്രയോഗത്തിന് വരണ്ട സൂര്യ, ഞാൻ നിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും, അറിയാമല്ലോ ജെയിംസിനെ. സൂര്യ പിന്നെ അധികമൊന്നും ബലം പിടിക്കാൻ നിന്നില്ല. അവൻ ഡോറ് തുറന്നു കൊടുത്തതും സൂര്യ മുൻസീറ്റിലേക്ക് കയറി. കാറ് വേഗം പള്ളിമുറ്റത്തു നിന്നും ചീറിപ്പാഞ്ഞു.
ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ചെന്നാണ് നിന്നത്. സൂര്യയ്ക്ക് അവിടെ പോയി ഫുഡ് കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ്. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവളുടെ പിണക്കം മാറ്റാനായി ജെയിംസ് അവിടേക്ക് തന്നെ പോയത്. രണ്ടുപേരും ഫാമിലി റൂമിലേക്ക് കയറി. അല്പം നേരത്തേക്ക് ഓർഡറൊന്നും വേണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടാണ് ജെയിംസ് അകത്തേക്ക് പോയത്. ജെയിംസ് സൂര്യയുടെ അടുത്തായിരുന്നു. അവളുടെ മുഖത്തിലും കൈകളിലുമൊക്കെ പതിയെ തലോടി. മുറിവുകളൊക്കെ ഏകദേശം ഉണങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ജെയിംസിൻ്റെ കൈകൾ ശക്തമായി കുടഞ്ഞു മാറ്റിയെങ്കിലും കണ്ണുനീരപ്പോഴും അനുസരണയില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. സൂര്യ, സോറി, എക്സ്ട്രീംലി സോറി. തന്നെ കാണാൻ വീട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് വരാത്തത്. ഞാനല്ലെങ്കിൽ തന്നെ എന്തു പറഞ്ഞാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്? ഞാൻ പലതവണ നിന്നോട് പറഞ്ഞു വിലക്കിയതാണ് വരുണുമൊത്ത് നീ ബൈക്കിൽ വരരുതെന്ന്. എന്നിട്ട് നീ അത് കേൾക്കാതെയാണ് വന്നത്. എൻ്റെ വാക്കിന് അല്പം പോലും വില നീ നൽകിയില്ല. എങ്കിൽ നീ വരുമായിരുന്നോ? അതുകൊണ്ടാണോ എൻ്റെ വാക്കിന് വില നൽകാത്തത് കൊണ്ടാണോ എന്നെ കാണാൻ വരാതിരുന്നത്? പറയൂ. ഇത്രയും വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് വന്നു എന്നറിഞ്ഞിട്ട് ഒരിക്കൽ പോലും എന്നെ കാണാൻ തോന്നിയില്ലേ? ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ആ മനസ്സിൽ എൻ്റെ സ്ഥാനം എന്താണ്? മുഖം അമർത്തി സൂര്യ ഏങ്ങിക്കരഞ്ഞു. എന്നിട്ടും വാശിയോടെ ഷോൾ കൊണ്ട് തൂത്തുവിട്ടു. കുറച്ചകലെയായി നീങ്ങിയിരുന്നു. പിണങ്ങി മാറിയിരിക്കുന്നവളെ കണ്ടപ്പോൾ ഒരു വേള ജെയിംസിന് വേദന തോന്നി. ആര് പറഞ്ഞു നിന്നെ കാണാൻ വന്നില്ലെന്ന്? നീ പോലും അറിയാതെ നിനക്ക് ICUവിൽ കൂട്ടിരുന്നു. ഡിസ്ചാർജ് ആകുന്നത് വരെ ICUവിൽ നിൻ്റെ ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ MD എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആ ഒരു കൺസിഡറേഷനിൽ അവനാണ് അതിനുള്ള സൗകര്യം എല്ലാം ഒരുക്കി തന്നത്. നീ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ വരെ ഞാൻ നിൻ്റെ ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം നീ സെഡേഷൻ്റെ മയക്കത്തിലായിരുന്നു. നിന്നെ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം 1-2 തവണ മാത്രമേ എനിക്ക് വന്നൊന്ന് കാണാൻ പറ്റിയുള്ളൂ. അതും ആരുമില്ലാത്തപ്പോൾ. ഡിസ്ചാർജായി പോകുന്നതിൻ്റെ അന്നും ഞാൻ ദൂരെ മാറി നിന്ന് നിന്നെ കണ്ടു. ഇത്രയും കേട്ടപ്പോഴേക്കും സൂര്യയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടിരുന്നു. നീ ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എനിക്ക് വീട്ടിൽ സുഖമായിരിക്കാൻ കഴിയുമോ സൂര്യ? സൂര്യ വേഗം ജെയിംസിനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കഴുത്തിടുക്കിൽ മുഖം ചേർത്തു. സോറി ചായ, ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാൻ കഴിയാത്തതിൻ്റെ വേദനയായിരുന്നു. പക്ഷേ എൻ്റെ വേദനയിൽ എൻ്റെ ഇച്ചായൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞില്ല. കണ്ണുനീർ നിറഞ്ഞ ചുണ്ടുകളാൽ അവൾ ജെയിംസിൻ്റെ കവിളിൽ ചുണ്ട് ചേർത്തു. ജെയിംസ് അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഇനിയും സംശയമുണ്ടോ മോളെ? എൻ്റെ മനസ്സ് നിറയെ നീ മാത്രമേ ഉള്ളൂ. അതിനെ എങ്ങനെ കാണിച്ചു തരണമെന്ന് എനിക്കറിയില്ല. സോറി ചായ, ഞാൻ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. സാരമില്ല. ഇപ്പോൾ പിന്നെ എല്ലാവരും അറിഞ്ഞല്ലോ. നിൻ്റെ അമ്മ ഇത്രയും പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതെല്ലാം ശിവേട്ടനാണ്. അമ്മയുടെ സ്വഭാവം എല്ലാം മാറ്റിയെടുത്തത് ശിവേട്ടനും വർണ്ണയും കൂടിയാണ്. ശിവ എന്നെയും കാണാൻ വന്നിരുന്നു. നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിൻ്റെ ഏട്ടൻ. ഇനി വീട്ടിൽ കൂടി പറഞ്ഞ് അപ്പച്ചനെയും അമ്മച്ചിയെയും കൊണ്ട് സമ്മതിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഞാൻ വരും നിൻ്റെ വീട്ടിലേക്ക്. ഇച്ചായൻ്റെ വീട്ടിലും കൂടി തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാം സമ്മതിക്കണമെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ശിവേട്ടൻ്റെ അനിയത്തി പ്രിയയുടെ വിവാഹം ജീവേട്ടനുമായി തീരുമാനിച്ചിരിക്കുകയാണ്. അവരുടെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് നമ്മുടെ എൻഗേജ്മെൻറ്റ് കൂടി നടത്തിയാലോ എന്നുള്ള ആലോചന വരെ നടക്കുന്നുണ്ട്. പക്ഷേ എന്തിനാണെങ്കിലും ഇച്ചായൻ്റെ വീട്ടിലും കൂടി കാര്യങ്ങളെല്ലാം സമ്മതിക്കേണ്ടേ? എങ്കിലല്ലേ ഒന്നിച്ച് രണ്ടും കൂടി നടത്താൻ പറ്റൂ. ഇച്ചായൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും സമ്മതിക്കുമോ? എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. താനിങ്ങനെ പേടിക്കാതിരിക്കടോ. അപ്പച്ചൻ എന്തായാലും സമ്മതിക്കും. പിന്നെ അമ്മച്ചിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ തൻ്റെ ജെയിംസിന് വേണ്ടിയുള്ള പെണ്ണിനെ തിരയുന്ന തിരക്കിലായിരുന്നു അവൻ്റെ അമ്മച്ചി. എൻ്റെ ലോനപ്പ, നിൻ്റെ ഈ പഴയ ഡയറി ഒന്ന് മാറ്റുമോ? ഇതിലെ പെമ്പിള്ളേരെല്ലാം ഇപ്പോൾ അമ്മച്ചിമാരായി കാണും. നീ ഒരു പുതിയ ഡയറിയും കുറേ പുതിയ കൊച്ചുങ്ങളുടെ ഫോട്ടോയുമായിട്ട് വാ. എൻ്റെ ചേട്ടത്തി, ഇതിലും പുതിയ കൊച്ചുങ്ങളായെല്ലാം. പെൺകൊച്ചുങ്ങൾ ഇവന്മാരുടെയൊക്കെ മക്കളെ കെട്ടിക്കാൻ പ്രായമായി കാണും. നല്ല വല്ല പിള്ളേരുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ എൻ്റെ ജെയിംസ് മോന് നോക്കാം. അല്ലെങ്കിൽ നീ വെറുതെ കയറി ഇറങ്ങി നടന്ന് കാലിൻ്റെ ചെരുപ്പ് തേക്കുന്നത് മിച്ചമായിരിക്കും. പ്ലാന്തോട്ടത്തിൽ ചെറിയൻ മാപ്പിളയുടെ മകളെ വേണ്ടി പെണ്ണാലോചിക്കുമ്പോൾ ഏറ്റവും നല്ലത് തന്നെ ഞാൻ തിരഞ്ഞെടുക്കണ്ടേ? ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഡയറിയിലെ അമ്മച്ചിമാരെ ഒന്നും എൻ്റെ കൊച്ചിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ലല്ലോണപ്പാ. എൻ്റെ ജെയിംസിന് വേണ്ടിയുള്ള മാലാഖ കൊച്ചു എവിടെയോ ഉണ്ട്. എന്നാലും പൊന്നമ്മച്ചി, ഈ ഡയറി മുഴുവൻ ഇത്രയും പെൺകുട്ടികൾ ഉണ്ടായിരുന്നിട്ട് ആരെയും ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്.
ലോനപ്പൻ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. എത്ര ആലോചന കൊണ്ടുവന്നാലും പിടിക്കുകയില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇനി വരും, കാത്തിരുന്നോ മാലാഖ. എൻ്റെ മേരി, ഇതെന്നെ തയ്യുന്ന നാളായി. ലോനപ്പൻ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് വല്ലത് നടക്കുമോ? അങ്ങനെ കണ്ണിൽ കാണുന്നതിനെയൊക്കെ പിടിച്ചെൻ്റെ ചെക്കൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ പറ്റുമോ? ഇനി അവൻ്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പോരെ മേരി ആലോചന. അതെന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പറച്ചിൽ അവൻ എന്തെങ്കിലും പറഞ്ഞോ? അവൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ ഈ ഇടയായിട്ടുള്ള ചില പെരുമാറ്റത്തിൽ നിന്ന് എനിക്കങ്ങനെ തോന്നി. നിൻ്റെ മോൻ്റെ മനസ്സെവിടെയോ കുരുങ്ങി കിടക്കുന്നുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവൻ എന്നോട് പറയാതിരിക്കത്തില്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നേയുള്ളൂ. ഇനി അമ്മച്ചിയും മോനും കൂടി എന്താന്ന് വെച്ചാൽ ചെയ്യ്. ജെയിംസ് വരുമ്പോൾ മേരി അവനെ കാത്തിരുന്നു. ഹരി, നീ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളിൽ പോയി ചാടരുത്. നിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് മുഴുവനും. പാർവണയെ കോളേജിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. നീ ഒരു ലെക്ചററാണ്. എന്നിട്ടും ഒരു പരിധി വിട്ടാണ് ആ കുട്ടി നിന്നോട് പെരുമാറിയത്. അന്ന് കോളേജിലെ മുഴുവൻ കുട്ടികളും അതിന് സാക്ഷിയായിരുന്നു. കൂട്ടത്തിൽ നിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭർത്താവ് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നത് ഒരു സ്ത്രീയും സഹിക്കില്ല. അതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് എന്തുമാത്രം അപമാനം സഹിക്കേണ്ടി വന്നു. മറ്റുള്ള പെൺകുട്ടികളെല്ലാം അവളെ കളിയാക്കിയില്ലേ? അവളുടെ കഴിവില്ലായ്മ കൊണ്ടാണ് താൻ പാർവണയുടെ പിന്നാലെ പോയതെന്ന് വരെ പറഞ്ഞു. അതുകൊണ്ട് ഇനിയും പകയും പ്രതികാരവും ഒന്നും വെച്ചുകൊണ്ടിരിക്കാതെ താൻ തൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. ഇനിയും താൻ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയാൽ ഇപ്പോൾ പിണങ്ങി മാറി നിൽക്കുന്ന ഭാര്യ പിന്നെ തന്നെ ഡൈവോഴ്സ് ചെയ്യും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. തൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ. അതും പറഞ്ഞുകൊണ്ട് ബാലൻ എഴുന്നേറ്റ് പോയി. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഞാൻ അനുഭവിച്ച വേദനയും നാണക്കേടും എനിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഞാൻ അവളെ ഇല്ലാതാക്കും. ഇതെൻ്റെ തീരുമാനമാണ്. അത് ഞാൻ ആർക്ക് വേണ്ടിയും മാറ്റില്ല. അവസരങ്ങൾക്ക് പാത്ത് തന്നെയാണ് ഞാനിരിക്കുന്നത്. ജീവനും പ്രിയയും കൂടി ലൈബ്രറിയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നോട് സീരിയസായി ഒരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. ഹരിമാഷിനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്താ മാഷേ, എന്താ കാര്യം? പഴയ സംഭവങ്ങളൊന്നും ഹരിമാഷ് ഇപ്പോഴും മറന്നിട്ടില്ല. അയാളുടെ ഉള്ളിൽ വർണ്ണയോട് പകയുണ്ട്. അത് പലപ്പോഴായി അവളെ നോക്കുന്ന കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വർണ്ണയെ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. കോളേജിൽ വെച്ച് പോലും അവളെ തനിച്ചാക്കരുത്. പ്രിയ എപ്പോഴും വർണ്ണയ്ക്കൊപ്പം ഉണ്ടായിരിക്കണം. അവളെ തനിയെ വിടാനുള്ള സാഹചര്യം കഴിയുന്നത് ഒഴിവാക്കണം. ഇനിയൊരു അപമാനം കൂടി അവൾ സഹിച്ചു എന്ന് വരില്ല. ശിവ പറഞ്ഞു, നീ പറഞ്ഞു കാര്യങ്ങൾ കുറേയധികം അറിയാം. അതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ചോളാം മാഷേ. ഒരിക്കലും ഞാൻ അവളെ തനിച്ചാക്കില്ല. എന്നാൽ ശരി, പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോയിക്കോ. വർണ്ണ കാത്തിരിക്കുകയല്ലേ. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന സാഹചര്യം ഉണ്ടായാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. ഓക്കെ മാഷേ. കോളേജിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ പിന്നാലെ തന്നെ ആ വൈറ്റ് സ്കോർപ്പിയോ ഉണ്ടായിരുന്നു. വീട്ടിലെത്തി സ്കൂട്ടി അകത്തേക്ക് കടന്നു പോകുന്നത് വരെ അതവരെ പിന്തുടർന്നു. രാത്രിയിൽ ജെയിംസ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും മേരിയമ്മ വിവാഹകാര്യം എടുത്തിട്ടു. ഇന്നും ആ ലോനൊപ്പം വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡയറി മുഴുവൻ പുതിയ പുതിയ പെൺകുട്ടികളുടെ ഫോട്ടോയുമായി. എൻ്റെ മക്കളെ, ഇനിയും ഒരു പെണ്ണ് കെട്ടി കണ്ടതിന് ശേഷം അമ്മച്ചിക്ക് കണ്ണടച്ചാൽ മതിയടാ. എങ്ങനെയുള്ള പെൺകുട്ടിയാണ് അമ്മച്ചി എനിക്ക് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതാദ്യം പറയും. അമ്മച്ചിക്ക് പെൺകുട്ടിയുടെ സ്വത്തിലും മണത്തിലും ഒന്നും താല്പര്യമില്ല മക്കളെ. അത് ആവശ്യത്തിൽ കൂടുതൽ നിൻ്റെ അച്ഛൻ്റെ കയ്യിലും നീയും കൂടി സമ്പാദിച്ചിട്ടുണ്ട്. നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. പിന്നെ കുടുംബ പാരമ്പര്യം വേണം. ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും നിനക്ക് താങ്ങും തുണയുമായിരിക്കണം. അത്രമാത്രമേ ഉള്ളൂ ഞങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ നിൻ്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ കെട്ടും കഴിഞ്ഞ് 1-2 പിള്ളേരുമായി സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. കാണുമ്പോൾ അമ്മച്ചിക്കും താല്പര്യം കാണില്ലേ നിൻ്റെ ഒരു കുഞ്ഞിനെ ലാളിക്കണമെന്ന്? ഓരോ തവണ ലോണപ്പൻ കൊണ്ടുവരുന്ന ആലോചനയും നീ വേണ്ടെന്ന് പറഞ്ഞു തള്ളും. പക്ഷേ ഇത്തവണ അത് പറ്റത്തില്ല. വലിയ പെരുന്നാളിന് മുന്നേ തന്നെ നിൻ്റെ വിവാഹം നടത്തണം. അതിന് സമ്മതം പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ മനസ്സ് ചോദ്യമെങ്കിലും നടത്തി വയ്ക്കണം. ഇല്ലെങ്കിൽ പറ്റത്തില്ല. അതല്ല, ഇതിലൊന്നും നിനക്ക് താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ആങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കാം. ഇതാണോ അമ്മച്ചി ഒന്നുമില്ലാത്ത വാശി കാണിക്കുന്നത്? മുൻപേ ഒന്നുമില്ലാത്ത പിടിവാശി തന്നെയാണ്ടാ എനിക്കിപ്പോൾ. നിൻ്റെ അപ്പച്ചനും എനിക്കും പ്രായമായി വരികയാ. നിനക്ക് ആ ബോധമെങ്കിലും വേണ്ടേ? ഞാനൊരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ പ്രായം കുറയുമോ? അത് കേട്ടപ്പോൾ ചെറിയാച്ചൻ കഴിച്ചുകൊണ്ടിരുന്നത് നിറകയിൽ കയറി ചുമച്ചു.
കുറച്ചു കഴിഞ്ഞ് അതൊരു പൊട്ടിച്ചിരിയായി മാറി. നിങ്ങളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കേ, അതുകൊണ്ട് തന്നെയാണ് ഈ ചെറുക്കൻ ഇങ്ങനെ അനുസരണയില്ലാത്ത ആളായത്.